ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സദ്യയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ഓലനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. പിന്നെ ചെറുപയറാണ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ് ഒരു അരമണിക്കൂർ. പിന്നെ 2 ഇല്ലി കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. 1-ാം പാലും 2-ാം പാലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ ഓലൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ മത്തനും ചെറുപയറും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്കറിലാണത് വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പം ഞാനിപ്പോൾ ചെറിയൊരു കഷ്ണം മത്തനെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനുള്ളതനുസരിച്ച് നമുക്ക് എടുക്കാം. ഇതുപോലെ പച്ചമുളക് നടുക് കീറിയെടുത്തതാണ്. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് പച്ചവെള്ളത്തിലല്ല വേവിച്ചെടുക്കുന്നത്. നമ്മൾ ഒട്ടും ഇതിൽ പച്ചവെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഗ്യാസിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ മത്തനും ചെറുപയറും ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെയുള്ളൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ തണ്ടോട് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അല്ലാതെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. നമ്മൾ ആ 2-ാം പാല് പറഞ്ഞിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ടൈറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കേ.